ആയുർവേദവും ഹൈ മെറ്റൽ ടോക്സിസിറ്റിയും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആയുർവേദത്തിലെ ഹൈ മെറ്റൽ ടോക്സിസിറ്റി പ്രോപ്പറായിട്ട്, അതായത് കേരളം എന്ന് പറയുന്നത് തന്നെ ആയുർവേദത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു നാട് തന്നെയാണ്. അവിടുത്തെ പ്രോപ്പർ പ്രിപ്പറേഷൻസ് വെച്ച് നോക്കിയിട്ടുണ്ട്. അത് ഹൈ മെറ്റൽ ടോക്സിസിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ പ്രോപ്പർ റേറ്റിനുള്ളിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ആയുർവേദത്തിൽ മാത്രമല്ല, ഇപ്പം മോഡേൺ മെഡിസിനിലും ഈ പറയുന്ന എല്ലാ മെറ്റൽസും ഹെവി മെറ്റൽസും ഉപയോഗിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം പല്ല് അടച്ചിരിക്കുന്ന അമാൽഗം, അതായത് പല്ലടയ്ക്കാൻ വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടാവും 2 ഗ്ലൗസൊക്കെ ഇട്ട് ഡെൻറ്റിസ്റ്റ് ഒരു പേസ്റ്റ് ഇങ്ങനെ ഉരുട്ടി നമ്മുടെ പല്ലിൻ്റെ കേടിനുള്ളിലേക്ക് അത് മെർക്കുറിയാണ്. അപ്പോൾ ആ മെർക്കുറി വേപ്പറൈസേഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്നും തന്നെ ഈ ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പല ഫുഡിൽ, അതേപോലെ കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്ക്, റൂഷ്, അല്ലെങ്കിൽ നമ്മളുടെ ഫേസിലിടുന്ന സിറം, ഇതിലെല്ലാം തന്നെ ഹെവി മെറ്റൽസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അളവ് അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഒരു ആയുർവേദത്തെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി ഒരു കാരണമായിട്ട് മാത്രമാണ് പലപ്പോഴും ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റി കാണുന്നത്. അതിനെല്ലായ്പ്പോഴും ഇതിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെയാണ്. ഇപ്പോൾ മെർക്കുറി തന്നെയാണെങ്കിലും പലപ്പോഴും പല റേറ്റിൽ തന്നെയാണ് മരുന്നിൽ ചേർത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദത്തെ ഒന്ന് താത്തി നിർത്തുന്ന ഒരു എന്താ പറയണ, ഒരു തർക്ക വിഷയം, അല്ലെ മിത്തെന്ന് പറഞ്ഞ് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്.